അമൂല്യ, നീ അകത്ത് പോയി അച്ഛനെ കണ്ടിട്ട് വാ. ഞാൻ ആദ്യ, അമ്മ, പിന്നെ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് വരാം. ഞാൻ പൊക്കോട്ടെ? യാ പ്ലീസ്, നീ പൊക്കോളൂ. എനിക്കറിയാം. എക്സ്ക്യൂസ് മീ. മഞ്ജുനാഥിന്റെ ഹോസ്പിറ്റൽ ബിൽസ് ഒക്കെ ഞാൻ അടയ്ക്കുക. എത്രയെന്ന് വെച്ചാൽ എടുത്തോളൂ. നിങ്ങള് എന്തിനാ ഇന്നയാളെന്നെ പേയ്മെന്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല സർ, റെഫറൻസിന് വേണ്ടി ചോദിച്ചതാ. ആരാ ബില്ല് പേ ചെയ്തെന്ന് ചോദിച്ചാ എനിക്ക് പറയണമല്ലോ, അതിനു വേണ്ടിയാ. ഞാൻ മരുമകനാ. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല വേദാന്ത്. എനിക്കെന്തിനാ താങ്ക്സ് അങ്കിൾ? അതല്ല മോനെ, നീ ഇല്ലായിരുന്നെങ്കിൽ പ്രമിയെയും മക്കളെയും സമാധാനിപ്പിക്കാനും കുട്ടികളെ വിളിച്ചുകൊണ്ടുവരാനും എന്റെ കൂടെ ഇവർക്ക് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്കിള് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലാന്ന്. ഞാൻ ചെയ്തത് എന്റെ കടമ മാത്രമാ. പ്രായത്തേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട് നിനക്ക്. ഞാനും അങ്കിളുടെ ഫാമിലി മെമ്പർ അല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഇവളുടെ കയ്യിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്. എനിക്ക് അങ്ങനെയൊന്നും പറ്റിയില്ല മോനെ. ഒന്ന് താഴെ വീണു, അത്രേ ഉള്ളൂ. 2-3 ദിവസം കൊണ്ട് ശരിയായിക്കോളും. ചുമ്മാ ഇവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക. അമൂല്യ, നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ടേക്ക് കെയർ. വേദാന്ത്, നിങ്ങളാ ബില്ലടച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. ഒരുപാട് താങ്ക്സ്. ഞാൻ അവരോട് ഈ കാര്യം പറയരുതെന്ന് പറഞ്ഞല്ലേ. നീ എങ്ങനെ ഈ കാര്യം അറിഞ്ഞേ? നിന്നെ പറ്റി അറിയണമെങ്കിൽ വേറൊരാൾ പറയേണ്ട ആവശ്യമില്ല വേദാന്ത്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പണം എന്റെ സാലറിന്ന് കട്ട് ചെയ്തു. അതെല്ലാം എന്റെ കടമ മാത്രമാണ്. Come on, shoot. Hey, shoot. ആരെങ്കിലും റിവൈവ് ചെയ്യേ. Hey, please, ആരെങ്കിലും റിവൈവ് ചെയ്യാൻ. ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. മൂക്കില് പല്ല് വരാനുള്ള പ്രായമായി. ചേട്ടാ, നീ ഡിസ്ചാർജ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു. അത് സാരമില്ല, പോട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ എന്റെ റൂമിലേക്ക് നീ വരാറില്ലല്ലോ. എന്തു പറ്റി? ഇന്ന് എന്തൊക്കെ കാര്യങ്ങളോ നടന്നതല്ലടാ. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ നീയല്ലേ ഉള്ളൂ ഇവിടെ. അതാ ഇങ്ങോട്ടേക്ക് വന്നേ. അയ്യോ, എന്തായാലും വേദനിക്കും ചേട്ടാ. അതിലൊന്നും ചെയ്യാനില്ല. ഈ വേദന എന്ന് പറഞ്ഞാൽ ആരെയും വിട്ടിട്ടില്ല. നമ്മൾ കാരണം മറ്റൊരാൾക്ക് വേദനിക്കും, അതുപോലെ തന്നെ തിരിച്ചു. ചില സമയത്ത് ഒരു ബന്ധുവില്ലാത്ത കാര്യത്തിന്റെ പേരിൽ നമ്മുടെ ചുറ്റിലുള്ളവർക്കും വേദനിക്കും. നീ എന്തൊക്കെയാടേ പറയുന്നേ? നീ ഒരുപാട് സ്ട്രെസ്ഡ് ആയി തോന്നി, അതുകൊണ്ടാണ് മസാജ് തന്നെ. ഈ വേദനയെ പോസിറ്റീവായിട്ട് എടുത്താൽ അത്രത്തോളം അടിപൊളിയായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ആ വേദനയിൽ ഫീൽ ചെയ്താൽ അതിൽ വലിയ സുഖം കിട്ടും അത്രേ. നീയോ നിന്റെ ഒരു ഫിലോസഫിയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പക്ഷേ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിനക്ക് വിഷമം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം.
നീ പറയടാ. ധ്രുവയെ കണ്ടു ചേട്ടാ. ഞാൻ ഇന്നലെ മുതൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കുകയായിരുന്നു. പെട്രോൾ പമ്പിൽ വെച്ച് പെട്ടെന്നാണ് ഞാൻ അവനെ കണ്ടത്. അവനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടാ. നമ്മളെല്ലാവരും ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ച് അവൻ അന്വേഷിച്ചു വന്നിരുന്നു. നിനക്ക് ഒരൊറ്റ തവണ അവനോടൊന്ന് സംസാരിച്ചു. Shut up, വിക്രാന്ത്. നിന്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചുനേരം സംസാരിക്കുന്നു വെച്ചപ്പോ നീ എന്റെ തലയിൽ കയറാൻ വന്നേക്കരുത്. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഇനി നീ എങ്ങാനും അവന്റെ പേര് ഉച്ചരിച്ചു കഴിഞ്ഞാ ഈ ഞാനും അവനേക്കാൾ മോശമായിട്ട് മാറും. ചേട്ടാ, യു ആർ ഹേർട്ടിങ് മീ. ഇപ്പോഴുള്ള ഈ വേദന കുറച്ച് സമയം കഴിഞ്ഞാൽ മാറും. പക്ഷെ ഇത് ഇവിടെ ഉണ്ടാക്കിയ വേദന അത് ജീവിതകാലം മുഴുവൻ നിൽക്കും. നിങ്ങൾ ആഹാരം കഴിച്ചോന്ന് അറിയില്ല, അതുകൊണ്ടാ അമ്മ അങ്ങോട്ട് വരാൻ പറഞ്ഞേ. സാരമില്ല, ഞാൻ ആഹാരം കഴിച്ചു. ശരി, ഓക്കെ. ഇത് എന്റെ ബുക്കാണല്ലോ, നീ ഇതെടുത്താണോ പഠിക്കുന്നത്? പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാ ആഗ്രഹിച്ചെല്ലാം നടക്കണമെന്നില്ലല്ലോ. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ടു. ഇതിപ്പോ ഫിലോസഫി പറയുന്ന പോലുണ്ട്. എന്നാൽ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാ പഠിപ്പിക്കാൻ ആളില്ലായിരുന്നു. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ശരി, അതോർത്ത് ഫീൽ ആവണ്ട. ഇപ്പൊ എന്ത് കോഴ്സാ പഠിക്കുന്നേ? ഇഷ്ടപ്പെട്ടത് തന്നെയാണോ? മറ്റെന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ജീവിതം പക്ഷികളുടേതുപോലെയാ. ലഗേജും കുറവാ. ഇന്ന് ഒരു മരത്തിലാണെങ്കിൽ നാളെ മറ്റൊരു മരത്തിൽ സ്ഥാനം പിടിക്കണം. പെർമനന്റ് ലാൻഡ്മാർക്കോ അഡ്രസ്സോ ഒന്നുമില്ല എനിക്ക്. ജീവിക്കാൻ മാർഗമില്ലാത്തപ്പോ പുസ്തകം പഠിക്കാൻ എവിടുന്നാ സമയം കിട്ടുക? അതുകൊണ്ട് മിണ്ടാതിരിക്കുക. ഏതായാലും ഇപ്പോ തലചായ്ക്കാൻ ഒരു ഇടം കിട്ടിയല്ലോ എനിക്ക്. അതുകൊണ്ട് സമയമുള്ളപ്പോ ബുക്ക് വായിക്കാൻ ലൈബ്രറി കാർഡ് എടുത്ത് ഒരു ബുക്കും കൊണ്ട് വന്നതാ. പുസ്തകം എന്ന വാക്കും കൊണ്ട് ഒരു പ്രബന്ധം തന്നെ പറഞ്ഞു. ബാക്ക് സ്റ്റോറി ഭയാനകമാണ്. നീ ജീവിച്ച ജീവിതം ഞാൻ കണ്ടിട്ടില്ല ദൈവമേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞതാ. ഞാൻ വിചാരിച്ചത്ര വേസ്റ്റ് ബോഡിയല്ല. കഷ്ടപ്പെടുന്നുണ്ട്. നോട്ട് ബാഡ്. അച്ഛാ, അയ്യോ എനിക്കുണ്ട് അച്ഛാ, കിടന്നോളൂ. അയ്യോ സാരമില്ല മോളെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. പയ്യെ ഇരിക്ക അച്ഛാ. നീ എന്താ ഇവിടെ? പോയി കിടന്നുറങ്ങ്. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇത്രയും നേരം അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. അമ്മയോട് കുറച്ചു നേരം പോയി കിടന്നുറങ്ങാൻ ഞാനാ പറഞ്ഞത്. ഞാനൊരു കുഴപ്പമില്ലെന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ. പോയി കിടന്നുറങ്ങും മോളെ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അച്ഛാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. വേദാന്ത് ഒരു നല്ല പയ്യനല്ലേ. വിക്കി അതുപോലെ തന്നെയാ. പക്ഷെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല. വേദാന്ത് അങ്ങനെയല്ല. വിക്കിയോട് കുട്ടികളെല്ലാം ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ് നമ്മളോടൊപ്പം നിന്നു അവൻ. ആശുപത്രിയിൽ അതുപോലെ തന്നെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രിസ്ക്രിപ്ഷനൊക്കെ നോക്കി മരുന്നൊക്കെ വാങ്ങിച്ച് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. അത് ശരിയാ അച്ഛാ. എന്നാ ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ചൊക്കെ പറയുന്നേ? നമ്മുടെ ആരതിയുടെ ലൈഫ് എങ്ങനെയാണെങ്കിലും സെറ്റിലാവും. നിനക്കും വേദാന്തിനെ പോലൊരു പയ്യനെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകാം മോളെ.
അത്രേ ഉള്ളൂ. ഹലോ. ഹലോ, കൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ വേദാന്ത്? യാ, സ്പീക്കിംഗ്. നിങ്ങളാരാ? മൈസൂരിൽ നിന്ന് എസ് ഐ അജയ്കുമാറാണ് സംസാരിക്കുന്നത്. മൈസൂരോ? ഓക്കെ, ടെൽ മീ സർ. MLA ജയപ്രകാശായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ സർ, കേൾക്കുന്നുണ്ട്. അവർ മുൻപ് എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ബന്ധവുമില്ല. അപ്പോൾ അവർ നിങ്ങളുമായി ഇപ്പൊ യാതൊരു കണക്ഷനും ഇല്ല അല്ലേ? നോ സർ. സാർ എന്താ അങ്ങനെ ചോദിച്ചത്? അവരുടെ അളിയൻ കിഷൻ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ അറസ്റ്റ് വാറണ്ടുണ്ട്. പക്ഷെ അവനിപ്പോൾ ഒളിവിലാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അവനെ പറ്റി അറിയാൻ എന്നെ ഈ പാതിരാത്രി വിളിച്ച് അന്വേഷിക്കുന്ന എന്തിനാ സാർ? പോളിറ്റിക്സിലൊക്കെ ഉള്ളവരല്ലേ, നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് വിളിച്ച് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ഒരു എംപ്ലോയി അമൂല്യ എന്ന പെണ്ണ് കിഷൻ ഒളിവിലാകുന്നതിന് മുൻപ് കിഷൻ വിളിച്ചു വരുത്താൻ ഞങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. അവൾക്ക് കിഷനുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഐ നോ ഇറ്റ്. മനസ്സിലായി. നിങ്ങളോടൊന്ന് സൂക്ഷിച്ചിരിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. തനിക്ക് മനസ്സിലായല്ലോ. വാട്ട്? സാർ എന്താ ഈ പറയുന്നേ? ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? നീ മാത്രമല്ല, ആ പെൺകുട്ടിയോടും കൂടെ പറഞ്ഞേക്ക്. ആ കിഷൻ ഒരു ക്രിമിനലാണ്. ഹരാസ്മെന്റ് കേസിന്റെ പേരിൽ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത്. വിചാരണ നടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അവര് പറഞ്ഞത് പ്രകാരം നീയും അമൂല്യം ചേർന്നുകൊണ്ട് കിഷന്റെ പേരിൽ കേസ് കൊടുത്തുവെന്നാണ് അവരുടെ അസംഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. അമൂല്യ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഗുഡ്. ഇന്ന് പ്രസന്റ് ചെയ്യാനുള്ള പ്രസന്റേഷന്റെ കാര്യങ്ങളൊക്കെ നീ ശരിയാക്കിയില്ലേ? അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അത് ശരിയാക്കാം ബോസ്. ഗുഡ്. ഞാൻ സിദ്ധാർത്ഥിനെ മറ്റുള്ളവരും കൂടി ക്യാബിനിലേക്ക് വരാം. നീ അപ്പോഴേക്ക് ഇത് റെഡിയാക്ക്. ഷുവർ ബോസ്. അമൂല്യ, പറയൂ ബോസ്. നീ MLA ജയപ്രകാശിന്റെ അടുത്തോ പിന്നെ ആ കിഷന്റെ അടുത്തോ എങ്ങാനും പോയി സംസാരിച്ചിരുന്നു? ഇല്ല ബോസ്, ഞാൻ എന്തിനാ അവരോട് സംസാരിക്കുന്നേ? എന്താ ബോസ്, എന്തു പറ്റി? ഇപ്പൊ ഇവളോടൊന്നും പറയണ്ട. അവളാകെ പേടിച്ച് പാനിക്കാവും. ബോസ്, എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? എന്തോ പറയാൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ. നത്തിങ്. ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാ. യു ക്യാരി ഓൺ. ഇവൻ എന്തിനാ ഇപ്പൊ അവരുടെ കാര്യം ചോദിച്ചേ? ഇനി എങ്ങനെ ഇവൻ ചേച്ചിയുടെ വീഡിയോ കുറിച്ച് വല്ലതും അറിഞ്ഞു? അമൂല്യ, ക്യാബിൻ. ആ ബോസ്. അഞ്ജു, എന്തിനാ മോളെ നീ ഇങ്ങനെ മുഖം മുറിപ്പിച്ചിരിക്കുന്നേ? സ്കൂളിൽ പോകാൻ ലേറ്റ് ആവില്ലേ? എപ്പോഴും അരമണിക്കൂർ മുന്നേ നീ പോകുന്നോളല്ലേ. ഇന്നെന്താ മോളെ നിനക്ക് പറ്റിയേ? അമ്മ, ഒരു പ്രോബ്ലം ഉണ്ട്. അത് ഒത്തിരി കഷ്ടാണ്. ഇന്ന് പ്രിപ്പറേറ്ററിയും വേറെയുണ്ട്. 4 ദിവസം പ്രോബ്ലം സോൾവ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അയ്യോ, പിന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നാലോ? അയ്യോ, ഇതിന് ഇത്ര പ്രയാസോ? അതെന്ത് പ്രോബ്ലം ആണേലും നീ ഇനി ഒന്ന് കാണിക്കേ.
ഞാൻ നിന്നെ സഹായിക്കാം. എന്റെ കണ്ണട ഇങ്ങ് എടുത്തോണ്ട് വാ. അമ്മ, ഇത് ബേക്കറിയിൽ പലഹാരം ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇത്രയും പഠിച്ച എനിക്കേ പറ്റുന്നില്ല. പിന്നെയാണ് അമ്മ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഏയ്, ഞാൻ എത്രയോ പ്രോബ്ലം കണ്ടിട്ടുണ്ടെന്നാ. 4 പെൺമക്കളുടെ അമ്മയാണെന്ന് പറഞ്ഞ വെറും തമാശയാണെന്നോ? ദിവസവും പ്രോബ്ലം ഒക്കെ വരും. ഞാൻ അതിനെയൊന്നും ഇതുവരെ പേടിച്ചിട്ടില്ല. പിന്നെയല്ലേ നിന്റെ പുസ്തകത്തിൽ ഈ പ്രോബ്ലത്തിന്. നോക്ക്, ഞാൻ നിന്റെ അമ്മയാ. ഞാൻ അതിന് പരിഹാരം കാണാം. നീ പോയി എന്റെ കണ്ണട ഇങ്ങ് എടുത്തോണ്ട് വാ. ചുമ്മാ വട്ടുപിടിപ്പിക്കില്ല അമ്മ. എന്റെ പ്രോബ്ലമേ സഹിക്കാൻ വയ്യ, പിന്നെ അമ്മയുടെ. നിങ്ങൾ എന്നെ കളിപ്പിക്കാൻ പോവാണോ? അല്ല, നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാ? നീ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിജീവിയല്ല, എന്നാ അത്ര മണ്ടനുമല്ല. നീ നല്ല മിടുക്കിയായിരിക്കും, എന്നാ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അതെ അതെ, കുറച്ച് കൂടുതൽ മനസ്സിലാവും. ഇതാണ് പ്രോബ്ലം. സൊല്യൂഷൻ പിന്നെ. ആദ്യം പ്രോബ്ലം മനസ്സിലാവുന്നുണ്ടോന്ന് നോക്ക്. അഞ്ജു, പ്രോബ്ലം ക്ലിയർ ആയി. ഇതിൽ രണ്ടിടത്ത് നിന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാലൻസ് ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ ഈ പ്രോബ്ലം ക്ലിയർ ആവും. അത്രേ ഉള്ളു കാര്യം. യെസ് യെസ്, റൈറ്റ്. അമ്മ, ചേട്ടൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. അല്ല മോളെ, മാഗസിൻ വിഷയം കൈകാര്യം ചെയ്യുന്നവനൊക്കെ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ അറിയാമോ? ഇപ്പോ ഉള്ള വിലയെന്ന് മാർക്കറ്റ് വില ഒരുപാട് കൂടിയിട്ടുണ്ട്. വിലക്കുറവില് നല്ല സാധനങ്ങളൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥയായി. ചൈന പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോ പ്രൈസിൽ കോമ്പറ്റീഷൻ വന്ന സമയത്ത് ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് അതെല്ലാം മാറ്റി ക്വാളിറ്റി പ്രോഡക്റ്റ്, അതും ബേസിക് പ്രൈസിൽ എല്ലാ ആളുകൾക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ആദ്യ ഓർഗാനിക്സ് മാർക്കറ്റിൽ കൊണ്ടുവരണം. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? വീട്ടിലുള്ളവരെല്ലാം വേദാന്തും അമൂല്യം കൂടെ ചേർത്ത് വേദ്യ വേദ്യ എന്ന് വിളിച്ചു. അതിന്റെ ഇടയ്ക്ക് സാഹിത്യം വന്നപ്പോ വേദ ആദിത്യ എന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും വേദ്യ എന്ന് തന്നെ ആകുമെന്നാ തോന്നുന്നേ. ഇതൊക്കെ എന്താകുമെന്ന് ആർക്കറിയാം ദൈവമേ. ബോസ്, ബോസ്, അത് നീ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ലേ? അപ്പൊ എന്റെ ശ്രദ്ധ പെട്ടെന്ന് പോയി. അത് ഞാൻ ഇനി ഇതെങ്ങനെ പ്രോഫിറ്റ് ആക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു.
ആഹാ കള്ളൻ, ഇവനെ വലിയ കള്ളനായിട്ട് മാറും. ബോസ്, ഇതിലെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണോ? അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറ, ആഡ് ചെയ്തോളാം. ഡോണോ, ഒരു ഇമ്പ്രൂവ്മെന്റ് ആവശ്യമില്ല. എല്ലാം ശരിയായിട്ടുണ്ട്. ഇതെന്തായാലും നീ ഫൈനലൈസ് ചെയ്തോളൂ. ഞാൻ എടുത്തോണ്ട് വരാം ബോസ്. നനഞ്ഞ കോഴി ഉണങ്ങിയാൽ ഉണങ്ങിയ കോഴിയാകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജാത്യാ ഗുണം തേച്ചാ പോവില്ലല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജാത്യാ ഗുണം മായ്ച്ചാ പോവില്ല എന്നല്ലേ.